ഹലോ എവരിവൺ, RRBയുടെ 2024 എക്സാം കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ ആണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ പരീക്ഷകളാണ്, ഏതൊക്കെ സമയത്താണ് വിളിക്കാൻ പോകുന്നത്, RRB NTPC, RRB ജൂനിയർ എഞ്ചിനീയർ, ALP ടെക്നീഷ്യൻ തുടങ്ങിയ എല്ലാ പോസ്റ്റുകളും, ഗ്രൂപ്പ് ഡി തുടങ്ങിയ എല്ലാ പോസ്റ്റുകളും ഈ വർഷം തന്നെ വിളിക്കുന്നതാണ്. അപ്പോൾ ഏത് ടൈം ഫ്രെയിമിലാണ് അവർ വിളിക്കുന്നത് എന്ന ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ, ഇങ്ങനെ ഒരു PDF RRBസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയത്. ഏകദേശം എല്ലാ വെബ്സൈറ്റുകളിലും ഇപ്പം കറൻ്റ്ലി അപ്ഡേറ്റഡ് ആണ്. ടെനേറ്റീവ് കലണ്ടർ ഫോർ ദ ഇയർ, വർഷം പറഞ്ഞിട്ടില്ല, എന്നാലും ഈ വർഷത്തെ മുഴുവനായിട്ടുള്ള ഒരു എക്സാം കലണ്ടറാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വർഷം പറയാത്തത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒരുപക്ഷെ റെഗുലർലി എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ റെയിൽവേയുടെ ഇത് RRB അലഹാബാദിൻ്റെ ഒരു വെബ്സൈറ്റ് ആണ്. നമുക്കിതിനകത്ത് RRB ടെനേറ്റീവ് കലണ്ടർ എന്ന് പറഞ്ഞ് 3/2 പബ്ലിഷ് ചെയ്ത ഒരു PDF ഉണ്ട്. PDF എല്ലാ വെബ്സൈറ്റിലും ഏകദേശം അപ്ഡേറ്റഡ് ആണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇന്നലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു PDF ആണ് RRBസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇഷ്യൂ ഓഫ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻസ്, അതായത് നോട്ടിഫിക്കേഷൻ വരുന്ന പീരീഡാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. എക്സാം ഡേറ്റ് അല്ല, നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്ന പീരീഡ്. ആനുവൽ കലണ്ടർ ഫോർ RRB റിക്രൂട്ട്മെൻറ്റ്സ് എന്ന ഹെഡിങ്ങിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെ പരീക്ഷകളാണ് ഏതൊക്കെ സമയത്ത് വരുന്നത്. ജനുവരി ടു മാർച്ച് സമയത്ത് ALPയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ജനുവരിയിൽ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ. ഇനി ഏപ്രിൽ ടു ജൂൺ മാസത്തിലാണ് ടെക്നീഷ്യൻസിൻ്റെ വേക്കൻസി അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ടെക്നീഷ്യൻ പരീക്ഷയ്ക്ക് 9000+ വേക്കൻസീസ് ആണുള്ളതെന്ന് പറഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ റെയിൽവേ നേരത്തെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു. ഏപ്രിൽ ടു ജൂണിലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ജൂലൈ സെപ്റ്റംബർ സമയത്താണ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി, എല്ലാവരും കാത്തിരുന്ന, ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന NTPC വിളിക്കാൻ പോകുന്ന ഒരു ഇൻഫോർമേഷൻ ആണ്. അപ്പോൾ അത് തന്നെ രണ്ടായിട്ടാണ്, 2 കാറ്റഗറീസ് ഉണ്ട്. നമുക്കറിയാം ലെവൽ 4, 5 and 6 എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ്സിന് വേണ്ടിയുള്ളതും, അതേപോലെ ലെവൽ 2 and 3 എന്ന് പറയുന്നത് അണ്ടർ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയുള്ളതും രണ്ടായിട്ടാണ് NTPC ഇതിനകത്ത് തന്നെ ലെവൽ അനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഡിഗ്രി ഉള്ളവർക്കും +2 യോഗ്യതയുള്ളവർക്കും എല്ലാം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് NTPC. അത് ജൂലൈ ടു സെപ്റ്റംബർ സമയത്താണ് നടക്കുന്നത്. ജൂലൈ ടു സെപ്റ്റംബർ സമയത്ത് നടക്കുന്ന മറ്റൊരു പരീക്ഷയാണ് ജൂനിയർ എഞ്ചിനീയേഴ്സ്, JEE. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ കമൻ്റ് ആയിട്ട് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു JEE വിളിക്കില്ലേ. അപ്പോൾ അത് ഒരു ക്ലാരിറ്റി ഇന്ന് തന്നെ വന്നിരിക്കുകയാണ്. ജൂനിയർ എഞ്ചിനീയേഴ്സും വിളിക്കും, അതുപോലെ പാരാമെഡിക്കൽ കാറ്റഗറീസും ജൂലൈ ടു സെപ്റ്റംബർ സമയത്താണ് വിളിക്കുന്നത്. അപ്പോൾ NTPC, ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ പാരാമെഡിക്കൽ കാറ്റഗറീസ്, ഇത് 3ഉം ജൂലൈ ടു സെപ്റ്റംബർ സമയത്താണ്. ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബർ സമയത്ത് ലെവൽ 1ഉം മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ്, അതായത് ഗ്രൂപ്പ് ഡി എക്സാംസ് എല്ലാവരും കാത്തിരിക്കുന്നതാണ്. അത് ഒക്ടോബർ, ഡിസംബർ സമയത്താണ്. അതുപോലെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ്, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഒക്ടോബർ ടു ഡിസംബർ ആണ്. അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഇത് 2024 വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സെപ്പറേറ്റ് എക്സാം കലണ്ടർ അല്ല. എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പ്രത്യേകിച്ച് പറയുന്നത്, ഇവിടെ പറയുന്നത് ആനുവൽ കലണ്ടർ ഫോർ RRB റിക്രൂട്ട്മെന്റ്സ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. 2024 എന്നൊരു വർഷത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുന്നില്ല. മാത്രമല്ല, ഇന്നലെ റെയിൽവേ മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിപ്പീറ്റഡ് ആയിട്ട് ഒരു സൈക്കിളായിട്ട് വീണ്ടും വിളിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ SSC ആണ് ഇപ്പോൾ ഏറ്റവും ക്ലിയർ ആയിട്ട് എക്സാം കലണ്ടർ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ട് നേരത്തെ തന്നെ എക്സാം ഡേറ്റുകളൊക്കെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ SSCയുടെ ഒരു മാതൃകയിലേക്ക് റെയിൽവേ മാറാൻ പോകുന്നു. റെഗുലറായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു എന്ന് പറയുന്നത് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ഒരു എനർജി കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്രയും നന്നായിട്ട് കൊണ്ടുപോവുക. ഈ വരുന്ന വർഷം തന്നെ കുറേ പരീക്ഷകളാണ്, +2 അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കുറേ അധികം പരീക്ഷകൾ ഈ വർഷം തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ALP ആദ്യം, ടെക്നീഷ്യൻ, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ്, ജൂനിയർ എഞ്ചിനീയേഴ്സ്, പാരാമെഡിക്കൽ കാറ്റഗറീസ്, അതുപോലെ ലെവൽ 1 അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പോസ്റ്റുകൾ, മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ്, ഇത്രയും റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഒരു വർഷത്തെ 4 ഡിവൈഡ് ചെയ്തു, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആദ്യത്തെ ഒരു ക്വാർട്ടർ, ആ ക്വാർട്ടറിലാണ് ALP വിളിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ക്വാർട്ടറിൽ ഏപ്രിൽ ടു ജൂൺ, ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം, ആ സമയത്താണ് ടെക്നീഷ്യൻ വിളിക്കുന്നത്. അതിനുശേഷം ജൂലൈ ടു സെപ്റ്റംബർ മൂന്നാമത്തെ ക്വാർട്ടറിലാണ് വരുന്നത് NTPCയും ജൂനിയർ എഞ്ചിനീയറും പാരാമെഡിക്കൽ കാറ്റഗറീസും. ലാസ്റ്റ് ക്വാർട്ടർ ഒക്ടോബർ, നവംബർ, ഡിസംബർ സമയത്താണ് ലെവൽ 1, അതുപോലെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസ്. കുറേയും കൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് കൺവേ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. പിന്നെ കുറേ പേര് ചോദിച്ചതാണ് RPFൻ്റെ റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ RPF എക്സാമിനെ സംബന്ധിച്ച ഒരു കാര്യം ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നില്ല. ഒരുപക്ഷെ മറ്റൊരു നോട്ടിഫിക്കേഷനായിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നില്ലായിരിക്കും. ഒരുപക്ഷെ ഈ ഒരു സൈക്കിൾസിൽ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവില്ല.
അത് ചിലപ്പം റെഗുലറായിട്ട് എല്ലാ വർഷവും നടത്താനായിരിക്കില്ല ഒരു പക്ഷേ, അറിയില്ല, കൃത്യമായ ഇൻഫർമേഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും കൂടി നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ്, റെയിൽവേ എക്സാംസിനെ പറ്റിയും SSC എക്സാംസിനെ പറ്റിയും സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനെ പറ്റിയുള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിൽ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. അതുപോലെ തന്നെ ഈ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നവർക്ക് വേണ്ടി യൂട്യൂബിൽ ഫ്രീ വീഡിയോ ക്ലാസ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫ്രീ യൂട്യൂബ് ലൈവ് ക്ലാസ്സസ് SSC റെയിൽവേ എക്സാംസിന് ചെയ്യുന്നത് നമ്മളാണ്. നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഏകദേശം 1200 വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഈ താല്പര്യമുള്ളവർക്ക്, ഓർഡർലി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പെയ്ഡ് കോഴ്സസ് അവൈലബിൾ ആണ്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. താല്പര്യമുള്ളവർക്ക് അങ്ങനെയും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.